കറക്റ്റ് ആണോ? നീ അത് മൊത്തം ചെയ്യ്, എന്നിട്ട് ഞാൻ പറയാം. ചേച്ചി, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും. നീ മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ ഞങ്ങള് കഷ്ടപ്പെടും. അതെങ്ങനെ? നീ വലുതേക്കാനും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പിന്നെ ഞങ്ങളായിരിക്കില്ലേ? അപ്പത്തേക്ക് ഞാൻ ജോലിക്ക് പോകത്തില്ലേ? മക്കളാദ്യം കണക്കെഴുതിക്ക്, എന്നിട്ട് ജോലിക്കാരിയൊക്കെ നമുക്ക് ആലോചിക്കാം. അടുത്തത് 8+7. ഇതാണ് എനിക്ക് ചേച്ചിയോടുള്ള ഇഷ്ടം. ഇങ്ങനെ കൂടി 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 വരണത്. ഇതാണ് എനിക്ക് ചേച്ചിയോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നത്. ഏത്? പഠിപ്പിക്കുന്നോണ്ട്. പടിയടി പടി, 4 അക്ഷരം പടി. എന്റെ ചേച്ചി ഉള്ളോണ്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ നീ മുട്ടയിട്ടിരുന്നേനെ. അപ്പൊ ചേട്ടനെ കൊണ്ട് ഈ പരിപാടി ഒന്നും പറ്റില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ചേച്ചി ഏൽപ്പിച്ചത്. ചേച്ചി എന്ന് പറഞ്ഞ ആരാ? ഇത്രയും കഴിവുള്ള ഒരാളെ ഈ വീട്ടിൽ വേറെ കാണാൻ കിട്ടൂല. അതുകൊണ്ട് നിന്റെ ഭാഗ്യമാണ് നിനക്ക് ചേച്ചി എടുത്തോണ്ട് പഠിക്കാൻ പറ്റിയാന്നുള്ളത്. ചേച്ചിയുടെ കിഡ്നി എല്ലാം വേണമായിരിക്കും, കൊടുക്ക്. പാറോടെ, നീ നിർത്തിക്കോ, അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഒരു പരാതിയുണ്ട്, നീ ചെറിയ വായിൽ വലിയ വർത്താനം പറയണമെന്ന്. ഇപ്പൊ ആർക്കും അങ്ങനെ ഒരു പരാതി ഇല്ല, എല്ലാരും അംഗീകരിച്ചു. സാറ് പതപ്പിച്ചു കഴിഞ്ഞെങ്കിൽ കാര്യം പറ. എന്തേ കാണിക്കുന്നേ? ചേച്ചി തിരിച്ചു തരാൻ ചേച്ചി ഒരു 3 ദിവസം കഴിയുമ്പോ അത്യാവശ്യമായിട്ടാണ്. അയ്യോ, നിന്റെ തിരിച്ചു തരലൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ചേച്ചി, ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കഴിയുമ്പോ ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് ഞാൻ തിരിച്ചെടുക്കും. പോയടക്ക ചേച്ചി, മെർലിൻ ചേച്ചിയെ കൊണ്ട് ടൂർ പോകാനായിരിക്കും. ഈ കൊച്ചിനെ ഞാൻ ഇത് ഊരി അടിക്കും കേട്ടാ. ഞാൻ നീ മിണ്ടി പോരുത്. വായി മുച്ചിനും മിണ്ടായിരുന്നോണോ? അല്ല ചേച്ചി, ചേച്ചി ഞാൻ ഒന്ന് റോൾ ചെയ്ത് കഴിയുമ്പോ ചേച്ചിക്ക് തിരിച്ചറിയാൻ ചേച്ചി പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇല്ലെന്ന്. ഓഹോ, അല്ലേലും അങ്ങനെയാണല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണല്ലോ, നമുക്കാരും ഇല്ലല്ലോ. ചേട്ടാ, ഈ ലോകത്ത് എല്ലാരും ഒറ്റയ്ക്കാണ്ട. പണ്ഡിതന്റെ സംഭാവനയായിരിക്കും. ചേച്ചി പോട്ട്, ചേച്ചിയുടെ ഇല്ലെങ്കിൽ വേണ്ട, അളിയന്റെ കാണുമല്ലോ. ഉണ്ടാവും, എനിക്കറിയാം. അളിയന്റെ എന്താണ്? എന്തോ കാണുന്നോ പറയണേ? ഒന്നുമില്ല. എന്റെ കയ്യിലാണെങ്കിൽ ഞാൻ തരാം. സിദ്ധു കൊടുക്കാൻ പറ്റില്ല. അളിയാ, അപ്പൊ ലച്ചൂസിന് ആവശ്യമുള്ള എന്തോ ആണ്, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റത്തില്ല. അളിയതൊന്നുമല്ല, എനിക്ക് കുറച്ച് കാശ് വേണമെന്ന്. കാശാണ്? എത്രയാടാ? എത്ര ആണെങ്കിലും നീ കൊടുക്കൂല. അല്ല ലച്ചുവിന്. സിദ്ധു, അളിയാ, നിന്റെ പോക്കൊട്ടും ശരിയല്ല. കാശ് വെച്ചിട്ടുള്ള കളിയൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ തരത്തില്ല. നിനക്ക് വല്ല നാരങ്ങ മിഠായി വല്ല വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ മേടിച്ചോണ്ട് തരാം. ഈ കൊച്ചേ, നിനക്ക് പഠിച്ചേ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ജയിച്ചു പോയി വേറെ ആരെങ്കിലും അറിയാവുന്നിടത്ത് പോയിരുന്ന് പഠി. ചെല്ല്, ഇതേപോലുള്ള കിഴങ്ങിന്റെ അടുത്തൊക്കെ ഇരുന്ന് പഠിച്ചാൽ നീ ഇരുന്ന് മുട്ടയിടത്തേ ഉള്ളൂ. മുട്ട കണക്കിന്റെ ABCD അറിയാത്ത ആളാണ് ലോ ആയിരിക്കണം. ചേട്ടാ, മാത്സിലല്ലേ ABCD, ഇംഗ്ലീഷിലല്ലേ? കുറച്ച് കഴിയുമ്പോ മാത്സിന് പരിപാടി ABCD. അന്ന് നീ ഇക്ഷ എണ്ണ എപ്പോഴും വരയ്ക്കും. കുറച്ച് കഴിയട്ട് സൈൻറ്റീറ്റും കോസിറ്റും എല്ലാം വരുമ്പോ നിന്റെ സീറ്റ് നിൽക്കും. അവള് എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. ലച്ചു, അവൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണുള്ളൂ. ശരിയാണ്, ഉണ്ടാവും. പക്ഷെ അവൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോളും. ഇനിയിപ്പോ വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ പൈസക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാം. പാറുവിന് വെക്കേഷൻ ആയിട്ട് വേണം നമുക്കൊരു ഫാമിലി ട്രിപ്പ് പോവാൻ. ആമാ, அப்படின்னா നമ്മൾക്ക് മധുരയ്ക്ക് പോലാമാ? അത് വേണ്ട, നമുക്കങ്ങ് വടക്കോട്ട് പോകാം, കാസർഗോഡ്, കണ്ണൂരൊക്കെ. എനിക്ക് മുത്തപ്പനെ ഒന്ന് കാണണം. മുത്തപ്പനാ? പറശ്ശിനിക്കടവ് മുത്തപ്പൻ. കടവുള അവര്? അത് തന്നെ. അമ്മോ, നമുക്ക് വടക്കോട്ടും തെക്കോട്ടും എല്ലാം പോയി ഉള്ള എല്ലാ അമ്പലത്തിലും കേറി ഇറങ്ങി അടിച്ച് പൊളിച്ചിട്ട് വരാം. എന്താ പറയണ? അമ്മൂമ്മ പ്ലാൻ ചെയ്താൽ മതി. നമ്മൾ നല്ല കല്ല് പോലെ കൂടെ വയ്ക്കും. കാരണം എന്താ, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്ലാൻ ചെയ്യാറിയണത് ആർക്കാ? അമ്മൂമ്മക്ക്. അതിന് സംശയമൊന്നും ഇല്ലല്ലോ. ഇല്ല. അമ്മൂമ്മ, പിന്നെ എന്താണ് പരിപാടി? എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. അമ്മൂ, പിന്നെ എനിക്ക്
എനിക്ക് ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു. അമ്മൂമ്മയെ കൊണ്ട് അത് സാധിച്ചു തരാൻ പറ്റൂ? എന്താവശ്യം? நான் சொல்லட்டா உனக்கு சிக்கன் சாப்பிடணும். അത് നമുക്ക് നാളെ മേടിക്കാം. ചിക്കന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് നാളെ മേടിക്കാം. അതല്ല അമ്മൂമ്മ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അമ്മൂമ്മ അതൊന്ന് തന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചങ്ങ് തരാം. കുറച്ച് പൈസയോ? എന്തിനാ ഇപ്പൊ നിനക്ക് പൈസയുടെ ആവശ്യം എന്തുവാ? ശരിക്കും അമ്മൂമ്മ, അത് എനിക്കല്ല പൈസയുടെ ആവശ്യം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനാണ്. അവൻ എന്തോ ഭയങ്കര വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടാണ് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ കാശില്ല. അപ്പൊ അമ്മൂമ്മ കുറച്ച് ഫണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ അവന് കൊടുത്തിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തരാം 3 ദിവസം. എടാ, എന്റെ എവിടുന്ന കാശ്? എന്റെ കാശില്ല. അമ്മൂമ്മ ആലോചിച്ചു നോക്കും, അമ്മൂമ്മടെ കാണും. എടാ, പടവലത്ത് നിന്ന് ആരും കാശ് തന്നില്ല, ഒന്നിന്റെ കാശ് കിട്ടിയിട്ടില്ല. എല്ലാരും കടം പറഞ്ഞേക്കുവാ. ഇനി ഞാൻ അവിടെ ചെന്ന് വേണം എല്ലാവരുടെയും കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് മേടിക്കാൻ. ആലോചിച്ചു നോക്കിയ ചിലപ്പം വല്ല നീക്കിയിരിപ്പുണ്ടെങ്കിലോ. ഇന്നലെ എന്റെ കാശില്ലാഞ്ഞിട്ട് ഞാൻ ലച്ചുണ്ടായിരുന്നു ഇച്ചിരി കാശ് മേടിച്ചേ. നീ അപ്ലോഡ് ചെയ്തു അവിടെ കാണും. ചേച്ചി ആദ്യം അങ്ങനാണെങ്കിൽ എന്റെ പ്ലാൻ ബി ഉണ്ട്. എന്തോന്ന് പ്ലാൻ ബി? ഇന്ന് മീറ്റിംഗ് ഇല്ലേ? എന്തോത്തിന്റെ മീറ്റിംഗ്? കുടുംബശ്രീയുടെ മീറ്റിംഗ്. കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്, അത് വൈകിട്ടല്ലേ? അമ്മൂമ്മ കുടുംബശ്രീനെ ജസ്റ്റ് ഒരു 10,000 രൂപ ഇങ്ങെടുക്കുന്നു, എനിക്ക് തരുന്നു, ഞാനത് തിരിച്ചു തരുമ്പോ അമ്മൂമ്മ അടയ്ക്കുന്നു. 10,000 രൂപയോ? നീ ഒന്ന് പോയ വെച്ച 10,000 രൂപ എടുക്കാനൊന്നും പറ്റത്തില്ല. 10,000 രൂപ എടുത്ത് താമൂമ്മ. അതൊന്നും നടപടി ആവത്തില്ല. ഓ അങ്ങനെ കേട്ടാ, അതൊന്നും നടപടി ആവത്തില്ലെന്ന്. എന്ന് വെച്ചാ അമ്മൂമ്മക്ക് കുടുംബശ്രീയില് വലിയ വിലയൊന്നും ഇല്ലെന്ന്. എന്നാര് പറഞ്ഞു? എനിക്കേ ഉള്ളു കുടുംബശ്രീ വില. ഞാൻ കഴിഞ്ഞേ ഉള്ളു അവിടെ എന്തും. ഓ പിന്നെ അത്രയും വിലയുള്ള ആൾക്ക് ഒരു 10,000 രൂപ എടുത്തു തരാനല്ലേ ഇത്ര പാട്? നിനക്ക് എടുത്തു തരാൻ പറ്റത്തില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓ, എനിക്ക് എടുത്തു തരാൻ പറ്റത്തില്ലെന്ന്? അത് തന്നെ ഞാൻ പറഞ്ഞത്, പ്രസിഡന്റിന്റെ കുടുംബശ്രീയിൽ ഒരു വിലയില്ലെന്ന്. എടാ സവിത അടുത്ത ആഴ്ച കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉള്ള പൈസ നിനക്ക് എടുത്തു തന്നു കഴിഞ്ഞാലേ പിന്നെ സവിതയ്ക്ക് അടുത്ത ആഴ്ച എങ്ങനെ കൊടുക്കും? അടുത്ത ആഴ്ച അല്ലേ അമ്മൂമ്മ, അടുത്ത ആഴ്ച. എനിക്കിപ്പോ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ആഴ്ച തന്നെ തിരിച്ചങ്ങ് തരാം. ഈ ആഴ്ച എന്ന് പറഞ്ഞാ 3 ദിവസം കഴിയുമ്പോ. ഓ, അതൊന്നും ശരിയാവത്തില്ല. നീ സമയത്തിന് നേരത്തൊന്നുമില്ല. ഓഹോ, അമ്മൂമ്മക്ക് എന്നെ വിശ്വാസമില്ലേ? അമ്മൂമ്മയുടെ സ്വന്തം കൊച്ചുമോനാണ് ഞാൻ. എന്നെ വിശ്വാസമില്ല അമ്മൂമ്മക്ക്? എനിക്ക് നിന്നെ അത്ര അങ്ങോട്ട് വിശ്വാസമില്ല. എടാ തന്നെയല്ല, കുടുംബശ്രീ തുടങ്ങിയിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ. അത്രയും പൈസയൊന്നും എടുക്കാൻ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച സവിതയ്ക്ക് കൊടുക്കാൻ മാത്രം എവിടുന്ന് പൈസ? അത് പിന്നെ എല്ലാരും കൂടെ ഒക്കെ അങ്ങ് മറിച്ചും തിരിച്ചൊക്കെ ഞാൻ കൊടുക്കുന്നാടാ. അതേപോലെ അങ്ങ് മറിച്ചിങ്ങട്. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചങ്ങ് തരാം. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ച് തരൂല്ല. എന്തൊരമ്മൂമ്മ, ഒരു പ്രസിഡന്റിന് ഇത്രയും പവറില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബശ്രീയൊക്കെ എന്തിനാണ് നടത്തുന്നത്? എന്റെ അമ്മൂമ്മയ്ക്ക് അത്ര ഇല്ലേ? പിന്നെ ബാ അമ്മൂമ്മ, നമുക്ക് പോയിട്ട് വരാം. നമുക്ക് പ്രസിഡന്റിന്റെ സ്ഥാനം വേണ്ട. ഒരു 10,000 രൂപ പ്രസിഡന്റ് തരാൻ പറ്റൂല്ലെങ്കിൽ എന്നെ അങ്ങ് പിടിച്ചിടാൻ പറയാം. ബാ അമ്മൂമ്മ, ബാ. നിക്ക്, നീ അവിടെ നില്ലേ. പൈസ ഞാൻ ചോദിച്ചു നോക്കാം. നീ സമയത്തിന് തന്നില്ലെങ്കിൽ കൊടുക്കാൻ എൻ്റെ വേറെ പൈസ ഇല്ലേ? ഞാൻ സമയത്തിന് തരുമല്ലേ അമ്മൂമ്മ? പിന്നെ നീ തന്നില്ലെങ്കിൽ ഞാൻ ഇടപെടത്തില്ല. ഞാൻ നേരെ സവിതയോട് പറയും നിന്നോട് മേടിച്ചോളാൻ. സവിതയുടെ സ്വഭാവം അറിയാമല്ലോ. അതിന്റെ വായി പോയി പഴിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അറിയാലോ നേരത്തെ കാര്യമൊക്കെ. അതൊക്കെ നമുക്കറിയാം. പൈസ 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു തന്നാ പോരെ? പ്രശ്നം കഴിഞ്ഞല്ലോ. പ്രശ്നമൊന്നുമില്ല, പക്ഷെ കൊടുത്തോണം. അമ്മൂമ്മ പൈസ തരുമോ? ഞാൻ ചോദിച്ചു നോക്കാം. പക്ഷെ പിന്നൊരു കാര്യം, ഇവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും ഈ സംഭവം അറിയരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഒരൊറ്റ മനുഷ്യൻ പോലും അറിഞ്ഞു പോലും. നിന്നോടും കൂടെ പറഞ്ഞത്. நான் யார்கிட்டயும் சொல்ல மாட்டேம்மா. എന്താണ് എന്താണ് അനിയ, പൈസയൊക്കെ സെറ്റ് ആയാ? ഞാൻ പൈസ ഒന്നും ചോദിച്ചതല്ല. നമ്മുടെ അമ്മൂമ്മക്ക്. അമ്മൂമ്മ ഹലോ പറഞ്ഞേ. ഹലോ. കണ്ട, സൗണ്ട് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം. അപ്പൊ അതിനൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോയിട്ട് 10 കാശ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. അമ്മൂമ്മ ഒറ്റമൂലി ട്രൈ ചെയ്യണേ. അമ്മൂമ്മ അവന് വല്ല പൈസയും കൊടുക്കാതെ സമ്മതിച്ച? ഓ, ഞാൻ ഇന്നലെ നിന്റെ കയ്യിലല്ലേ കാശ് മേടിച്ചേ? എന്റെ അവിടെ മക്കളെ കൊടുക്കാൻ കാശ്? ശരിയാണല്ലോ. പക്ഷേ അവന്റെ മുഖത്ത് ഒരു ലോഡ് പുച്ഛം. അത് ചുമ്മാ എപ്പോഴും ഉള്ളതല്ലേ. അതന്നെ അമ്മൂമ്മേ,
ഓരോ കഥ പറഞ്ഞ അവൻ പൈസ ചോദിക്കും. ദയവ് ഇത് കൊടുക്കരുത്. എന്തെങ്കിലും ജോലി ചെയ്ത് അവൻ സ്വയം ഉണ്ടാക്കട്ടെ. എന്താണ്? ഒന്നുമില്ല. ചന്ദ്രനത് പോയിട്ട് കാണാനില്ലല്ലേ. എന്നെ കിട്ടി കണ്ണേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അറേഞ്ച് ചെയ്യാൻ നോക്കട്ട്. ആടാ ഞാൻ നോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഇതിപ്പോ നീ പറഞ്ഞ കേട്ടാത്തൊന്നും ഞാൻ നിന്റെ കടം മേടിച്ചിട്ട് തിരിച്ചു തരാത്തോലാണല്ലോ. വെച്ചിട്ട് പോടാ. അമ്മൂർന്നു. അറിഞ്ഞോളൂ ചോദിക്കിട്ട്. ഏയ് കിട്ടിയാ പൈസ കിട്ടിയാ പൈസയൊക്കെ കിട്ടി. 3 ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു കൊടുക്കണേ. 2 ദിവസം കഴിയുമ്പോ തിരിച്ചങ്ങോട്ട് തന്നാ പ്രശ്നമുണ്ടോ? 2 ദിവസം കഴിയുമ്പോ തിരിച്ചു തരുമോ? എന്താ കുഴപ്പമില്ല. അമ്മമ്മ ധൈര്യമായിട്ടിരുന്നു. ഇന്ന് നാളെ മറ്റന്നാളെ രാവിലെ 10 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ 9:45 എന്നൊരു സമയം ഉണ്ടെങ്കിൽ പൈസ ഈ കേശവൻ അമ്മൂമ്മയുടെ കൈ വെച്ച് തന്നിരിക്കും. സത്യമാണേ. സത്യമായിട്ടും. നിനക്കറിയാവല്ലോ എന്റെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ. ഇച്ചിരി കാര്യം മതി. പ്രത്യേകിച്ച് ആ സവിത എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ആ കാര്യത്തൊന്നും ആലോചിച്ച് അമ്മൂമ്മ ടെൻഷൻ അടിക്കുന്ന പൈസ ഇടും. ദേ നീ എങ്ങാനും സമയത്തിന് കൊടുത്തില്ലെങ്കിൽ എന്റെ കൈ കൊടുക്കാൻ വേറെ പൈസ ഇരിപ്പല്ലേ. ഇതാരോടും പറയാൻ നിക്കല്ലേ. ആരും അറിയില്ല. ഇല്ല സവിത, ഇന്ന് തരാമെന്നാ പറഞ്ഞേ. ഇന്ന് ഉറപ്പായിട്ടും തരുമെന്നേ. ഓ നമുക്ക് വൈകിട്ട് മീറ്റിംഗ് കൂടണ്ടേ? അപ്പൊ കാണാം. ഇല്ല കുഴപ്പമില്ല, തരും. വയ്ക്കട്ടെ. ചെറുക്കൻ്റെ ഒരു കാര്യം. എത്ര ദിവസമായി പൈസ മേടിച്ചിട്ട് അവൻ തരാമെന്ന് പറയുന്നല്ലാതെ അവൻ തരുന്നില്ല. കേശു, കേശുവേ, കേശു. എന്താ? ഒന്നുമില്ല. കേശുവിനെ ഒന്ന്. കേശുവേ, കേശു. എന്താണ് 2-3 ദിവസമായിട്ട് കേശുവിനെ പുറകെ കൂടി കിടക്കുവാണല്ലോ? എനിക്കേ അവനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അമ്മൂമ്മ എന്റെ അടുത്ത് പറ, ഞാൻ ചെയ്തു തരാം. വേണ്ട, ഞാൻ അവനോട് പറഞ്ഞോളാം. എന്താ അമ്മൂമ്മ അങ്ങനെ? എന്റെ അടുത്ത് പറഞ്ഞോ? വേണ്ട, അവനെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യണം. നമ്മുടെ തൊണ്ടയൊക്കെ വയ്യാതിരിക്കുമല്ലേ, അതുകൊണ്ടാ സഹായിക്കാന്ന് വിചാരിച്ച്. അമ്മൂമ്മ എന്നെ വിളിച്ചോ? കേശുമോൻ വന്നാലേ മരുത്തുവാമല പൊക്കാൻ പറ്റുള്ളൂ എന്നാണ് അമ്മൂമ്മ പറയുന്നത്. എന്നിട്ട് എന്തിനാ അതിനകത്തൊന്നും ചേച്ചിക്ക് വല്ല മരുന്നും പറിക്കാനുണ്ടോ? പറിക്കാനുണ്ട്. എന്താ അമ്മൂമ്മ വിളിച്ചേ? എന്തിനാ വിളിച്ചതേ? ഒന്നുമില്ല, കാര്യം പറ. മക്കളങ്ങ് അടുക്കളയിലോട്ടിയല്ലേ, ഞാൻ അവനെ കൊണ്ട് ചെയ്യിച്ചോളാം. അതെന്താണ്? ഇനിയിപ്പൊ ഞാൻ കേൾക്കാൻ പറ്റാത്ത അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണോ? അങ്ങനൊന്നും ഇല്ല. എന്നാലും മക്കൾ അടുക്കളയിലോട്ടിയല്ലേ. അല്ല അമ്മൂമ്മ, കാര്യം പറഞ്ഞു. എന്തോ അമ്മൂമ്മ എന്തെങ്കിലും പരിപാടി പണിപാടിയിലുണ്ടോ? ഉണ്ട്. മക്കളെ കൊണ്ട് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. മക്കള് ചെല്ലേ. ആയിക്കോട്ടെ. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഡീൽ ഉണ്ടല്ലോ. എന്നാര് പറഞ്ഞു? എനിക്കങ്ങനെ തോന്നി. മക്കള് ചെല്ലേ. എന്താ അമ്മൂമ്മ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ കടയിൽ വല്ലതും പോണോ? നീ ആ കുടുംബശ്രീന്ന് മേടിച്ച കാശ് തരാത്ത എന്താ? എന്ത് മക്കളെ? ചേട്ടാ, പാറമണയുടെ ആ സൈറ്റിലില്ലേ വലിയൊരു മയില് നിൽക്കുന്നു. നമുക്ക് കാണാം. വലിയ മയിലോ?
നിങ്ങൾ പൊക്കോ, അവനിവിടെ കുറച്ച് ജോലിയുണ്ട്. ഇല്ല, എനിക്ക് ജോലിയൊന്നുമില്ല, നമുക്ക് പോവാ അല്ലേ? മയിലെ കാണണ്ടേ? വാ. എന്നാര് പറഞ്ഞു ജോലി ഇല്ലെന്ന്? നിനക്ക് ജോലിയുണ്ട്, ഒരുപാട് ജോലി കിടപ്പുണ്ട്. സിദ്ധുമോനെ, മക്കള് പൊക്കോ. ആ അമ്മമ്മ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ? വേണ്ട വേണ്ട, മോന് ചെയ്യാനുള്ളതായിട്ടൊന്നും ഇല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കാനുള്ളതേ ഉള്ളൂ. അവനുള്ളതേ ഉള്ളൂ അല്ലേ? എന്നാ പിന്നെ വാ. വരുന്നുണ്ടോ? ആ പിന്നെ വരും, പിന്നെ വരും. നീ എന്താ പൈസ തരാത്തെ? പൈസയുടെ കാര്യമായിരുന്നോ? പിന്നെ എന്നാ അത് അങ്ങനെ പറയണ്ടേ, എനിക്ക് മനസ്സിലാവണ്ടേ. അല്ല, അത് സംഭവം എന്തെന്നറിയോ അമ്മൂമ്മ? ഇത് അമ്മൂമ്മ നമ്മള് പറഞ്ഞോണ്ടിരുന്ന എന്തായിരുന്നു? ഞാൻ പോവാം പടവലത്ത്, ഞാൻ പോവാം കേട്ടാ. പടലത്ത് പോണ കാര്യം പറയാനാണ് ഇത്ര ബിൽഡപ്പ്? എന്താ പടവലത്ത് പോകുന്ന കാര്യം പറഞ്ഞൂടെ? ശരിക്കും എന്താണ് അമ്മൂമ്മയുടെ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ല, നീ അടുക്കളയിലോട്ടല്ലേ? കുറച്ചുകൂടി ഇങ്ങനൊന്നും അല്ലല്ലോ സംസാരിച്ചത്. അങ്ങനല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്. ആയിക്കോട്ടെ. എടാ, നീ പൈസ കൊടുത്താലേ സവിതയ്ക്ക് പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ. പൈസയുടെ കേസല്ലേ അമ്മൂമ്മ? പൈസ എനിക്കിപ്പോ തരാൻ പറ്റൂല, കാരണം എന്റെ കയ്യിലില്ല. അപ്പൊ നീ എന്നെ തേച്ചു? അയ്യോ, ഞാൻ തേച്ചതല്ല, അവ എന്നെ തേച്ചാണ്. ഞാൻ കൊടുത്തവൻ തിരിച്ചെന്നാലേ എനിക്ക് എന്റെ അമ്മൂമ്മക്ക് തരാൻ പറ്റൂ. എടാ, നീ ഇങ്ങനെ പറഞ്ഞിട്ടാന്ന് എന്റെ ഇന്ന് മേടിച്ചേ. അമ്മൂമ്മ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം. എടാ, എന്റെ 10ന്റെ പൈസ എടുക്കാനില്ല. ഇതിപ്പം അമ്മൂമ്മ ആരുടെ മേടിക്കുന്ന? ഞാൻ ആരുടെ ഇന്ന് മേടിക്കാനാ? ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ നിനക്ക്. അമ്മൂമ്മ ഒരു കാര്യം ചെയ്യും. അമ്മൂമ്മ ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യും? ഞാൻ മയിലിനെ പോയി കണ്ട് ഇത് ആരൊക്കെയായത്? സവിതേച്ചി, സൗദാമിനി ചേച്ചിയോ? എന്താ റോഡിന്റെ അടുക്കറിയിക്കണേ? അതെ, കേശുവിനെ കാണാൻ വേണ്ടി തന്നെ നിന്നതാ. എന്നെ കാണാനോ? എന്തിനാ? അവനൊന്നും അറിയില്ല. പറഞ്ഞല്ലേ ആന്റി അറിയത്തുള്ളൂ, പറ. ഒരാഴ്ചക്ക് നീ പൈസ തിരിച്ചടയ്ക്കാന്ന് പറഞ്ഞിട്ടല്ലേ കുടുംബശ്രീന്ന് നീ പൈസ എടുത്തത്? കുടുംബശ്രീന്ന് ഞാൻ പൈസ എടുത്തുന്നാ? കൊള്ളാലടേ, പറഞ്ഞേട്ടാ, കുടുംബശ്രീന്ന് ഞാൻ പൈസ എടുത്തുന്നു. ഞാൻ കുടുംബശ്രീ ഇല്ലല്ലോ ചേച്ചി. ഭവാനിയമ്മ പറഞ്ഞത് കേശുവിനോട് ചോദിച്ചാ മതി, നിനക്ക് വേണ്ടിട്ടാ പൈസ എടുത്തതെന്നാണല്ലോ. അമ്മൂമ്മ അങ്ങനെ പറഞ്ഞ? മനസ്സിലായി, എനിക്ക് കാര്യം മനസ്സിലായി. പൈസ അമ്മൂമ്മ എടുത്തിട്ട് അമ്മൂമ്മക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാം, അടയ്ക്കാം, കുഴപ്പമില്ല. ഈ പൈസ ഒരുമിച്ച് അടയ്ക്കണം നിർബന്ധമില്ലല്ലോ, ഈ ഘട്ടമായിട്ട് അടച്ചാൽ പോരെ? എത്ര ഘട്ടമായിട്ട് അടയ്ക്കും? ഒരു 100, 150, 200, അങ്ങനെ. മാസം 100 രൂപ, അടുത്ത മാസം 200 രൂപ, ചിലപ്പോൾ 150 രൂപ, 75 രൂപ, ആ റേഞ്ചിന് ഞാൻ അങ്ങനെ തന്നു തീർക്കാം. കേശു കളിക്കല്ലേ, ഈ ആഴ്ച തന്നെ പൈസ വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ. അപ്പൊ ഭവാനിയമ്മയെ പറഞ്ഞത് കേശുവിന് ഒരാഴ്ചത്തേക്ക് തിരിക്കാൻ വേണമെന്ന്. അമ്മൂമ്മ അങ്ങനൊക്കെ പറഞ്ഞല്ലേ? ചേച്ചി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു തീരുമാനം പറഞ്ഞാൽ മതിയാ? ഓ, അപ്പൊ അങ്ങനെയാണല്ലേ? ഇനി എന്താ വേണ്ടേന്നേ ഞങ്ങൾക്കറിയാം. അമ്മൂമ്മ, അമ്മേ, എന്താ? അമ്മൂമ്മയ്ക്ക് ഇന്ന് ചേട്ടൻ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. എന്ത് ഗിഫ്റ്റ്? അതൊന്നും ഞാൻ പറയത്തില്ല, വരുമ്പോ അറിയാം. എന്തിനാണ് ചിരിക്കുന്ന നീ? അമ്മൂമ്മയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിരിച്ചതാ. പോട്ടേട്ടോ. എന്റെ കാര്യം എന്താ ആലോചിച്ച് ചിരിക്കാൻ? ഒന്നുമില്ല. അമ്മൂമ്മ, ചേച്ചിയോടെ അവളപ്പുറത്ത് കാണും. ഓക്കെ. ചേച്ചി, ചേച്ചി, തട്ടിപ്പ് പണം ഒളിപ്പിക്കാൻ ബാങ്ക് അക്കൗണ്ട് 20 പേർ പിടിക്കും.
സൗദേ സൗദാമിനി, എനിക്ക് വയ്യ അതിന്റെ കൂടെ വായിരിക്കുന്നു കേൾക്കാം. അമ്മ മേടിച്ചു പോയാ ഇതൊരു കണ്ണാടി കൂടെ ഊരി വെച്ചാൽ ഇതെങ്ങോട്ട് കയറി വന്നു? അമ്മൂമ്മ അമ്മൂമ്മ എന്താ 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 ഇവിടെ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? പുറത്ത് നല്ല ചൂട്, അപ്പൊ പിന്നെ കുറച്ച് തണുക്കാന്ന് വിചാരിച്ചിട്ട്. പുറത്തുനിന്ന് ചൂടായിട്ട് സവിത വരുന്നുണ്ടല്ലയോ? എന്തരമ്മൂമ്മ അത്? കാശ് കൊടുത്ത് ഒഴിവാക്ക്. ഇവിടെ എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? പിന്നെ പൂഴ്ത്തി വെച്ചാൽ കാശൊക്കെ എടുത്ത് കൊണ്ട് എറി. ഇവിടെ പൂഴ്ത്തി വെച്ചേക്കുന്ന കാശൊന്നുമില്ല. ഇച്ചിരി കാശുണ്ടായിരുന്നു, ഇന്നലെ കനകത്തിന് കൊടുത്തു. ഒന്നുമില്ല. ലച്ചേച്ചെടുത്ത് ചോദിച്ചു കിട്ടും. എനിക്ക് വയ്യ എപ്പോഴും എപ്പോഴും അവിടെ അടുത്ത് കൈ നീട്ടാൻ. അല്ല ഇതെന്താ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നേ? സാത്താൻ പത്ത് കളിക്കാ ഇവിടെയാ? അളിയെന്താ ഇതിനകത്തെന്ന് പറഞ്ഞേ? പിന്നെ വാഷ്റൂമിൽ പിന്നെ എന്തിനാണ് ആൾക്കാര്? അറിയില്ല. അറിയാ. എന്നാ ഞാൻ നിങ്ങൾ കളിക്കേ. പാറസിന്റെ കൂടെയാ? ആ പാറസിന്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക്. ഓക്കെ ഓക്കെ. ഭവാനിയമ്മേ, 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 ഭവാനിയമ്മല്ലേ? ആ അമ്മൂമ്മ ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് വിളിക്കാവോ? ആ അമ്മൂമ്മ, അമ്മൂമ്മ വരും. സിദ്ധു പോകുന്നില്ലേ? ഏ അല്ല, തിരിച്ചു പോകുന്നില്ലേന്ന്. ആ എനിക്ക് ലീവേ ഒരു വർഷത്തേക്കാ. അത് മാത്രമല്ല ചിലപ്പോ ഞാൻ വർഷങ്ങളെ കൂട്ടാനും സാധ്യതയുണ്ട്. എന്തേ? ഇല്ല, ഒന്നുമില്ല, വെറുതെ. ഹലോ, എന്താ ചേച്ചി പ്രശ്നം? കേശവനെ റോഡിൽ നിർത്തിയിട്ട് ചീത്ത പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞു ചേച്ചി. അയ്യോ, ഞാൻ ചീത്തൊന്നും പറഞ്ഞില്ല. ചേച്ചിയല്ലേ പറയില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്റെ പൊന്നു ലച്ചു, കുടുംബശ്രീന്ന് 10,000 രൂപ 3 ദിവസം കൊണ്ട് തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ടാ ഭവാനിയമ്മ തിരുമറി നടത്തിയത്. ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. എന്റെ മോക്കാണ് ഈ ആഴ്ച ഫീസ് കൊടുക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുവാ. ഞാൻ അമ്മൂമ്മേനെ വിളിക്കാം. അമ്മൂമ്മേ, കേശുവേ, അല്ലല്ലോ അമ്മൂമ്മയല്ലേ വിളിക്കണേ? ചെല്ലി. പൈസ മേടിച്ച നീ ഓടിച്ചേട്ടാ. അമ്മൂമ്മയല്ലേ ഇപ്പൊ വിളിക്കണം? അപ്പൊ അമ്മൂല്ലേ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവാണെങ്കിൽ പോരെ. പിടിച്ച് അമ്മൂമ്മയല്ലേ പ്രസിഡന്റ്? അമ്മൂമ്മയല്ലേ എന്നും പറഞ്ഞോണ്ട് നീ ഇവിടെ വാ. ചെല്ലമ്മൂമ്മ അങ്ങോട്ട്. സൗദേ സൗദാമിനി, ആരൊക്കെയത്? കൊറേ ആയല്ലോ കണ്ടിട്ട്. മതി കേട്ടാ. മോളെ ഇവൻ എന്നെ പറ്റിച്ചതാ. അത് എന്റെ കൂട്ടുകാരൻ എന്നെ പറ്റിച്ചതാ. കൊടുത്ത പൈസ തിരിച്ചെന്നില്ല. അമ്മൂമ്മ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഇവനെ നമ്പരുതെന്ന്. ഇപ്പൊ തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് എന്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നോ? വെറുതെ എന്തിനാ ഇവരെയൊക്കെ വരുത്തുന്നേ? മോളെ നീ കൊടുക്കരുതെന്ന് എന്നോട് പറഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നീ എന്നെ വഴക്ക് പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇതൊക്കെ തന്നെയാണ് വഴക്ക് പറയാനുള്ള കാരണം. ചേച്ചി ഓക്കെ ചേച്ചി. പൈസ കിട്ടാതെ ഞാൻ പോകത്തില്ല. ചേച്ചി ഞാൻ പൈസ അയച്ചു തരാം, പോരെ? തരുമല്ലോ അല്ലേ? ആ തരാം. പടവലത്ത് പൈസയ്ക്ക് ഒരു ഇച്ചിരി ഷോർട്ടേജ് വന്നതുകൊണ്ടാ, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഇത് പ്രസിഡന്റിന്റെ വാക്കാ. മോള് തരാമെന്ന് പറഞ്ഞല്ലോ, ഇനി പോവാ. പ്രസിഡന്റിന്റെ വാക്കൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഓള് തരുമല്ലോ അല്ലേ? പറഞ്ഞല്ലോ ഞാൻ തരാമെന്ന്. അല്ല, സിദ്ധു എന്നാ തിരിച്ചു പോണേന്ന് പറഞ്ഞേ? ഞാൻ രാവിലെ തന്നെ പോയിക്കോളാം. ഞാനേ കടയിൽ പോയിട്ട് വരാം. അവിടെ നിൽക്കുന്നേ. ഓടാ പോയി സാധനം മേടിച്ചോണ്ട് വാ. ഇന്നു മുതല് ഇവിടെ അലക്കുന്നത്
തുടയ്ക്കുന്നത്, പാത്രം കഴുകുന്നത്, മീൻ മേടിക്കാൻ പോകുന്നത് എല്ലാം നീയായിരിക്കും. 10,000 രൂപ എന്നു മുതലാവുന്നോ അന്ന് ഞാൻ നിന്റെ പണി നിർത്തും. നിനക്ക് അങ്ങനെ തന്നെ വേണം. അമ്മൂമ്മനെയും കൂടെ വിടണ്ടതാ. അത് ഞാൻ കടക്കാരനെ അയച്ചു കൊടുത്തോളാം.